നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സീക്രട്ട് മെസ്സേജ് അയക്കണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കൊഴികെ മറ്റാർക്കും ഇത് വായിക്കാനും കഴിയരുത്. എങ്ങനെ ഇത് അച്ചീവ് ചെയ്യാൻ സാധിക്കും? പണ്ട് കാലം മുതലേ ഇതൊരു കുഴപ്പം പിടിച്ച ചോദ്യമായിരുന്നു. BC 58 കാലങ്ങളിൽ ജൂലിയസ് സീസറാണ് ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചത്. അന്ന് അദ്ദേഹം ഉപയോഗിച്ച ആ ടെക്നോളജിയുടെ പേരാണ് സീസർ സൈഫർ. നമ്മുടെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ നമ്മുടെ പുതിയ കാലത്തെ ക്രിപ്റ്റോഗ്രഫിയുടെ ഒരു ആദ്യകാല രൂപമായിരുന്നു അത്. എന്താണ് ക്രിപ്റ്റോഗ്രഫി? ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത് ഒരു ഡേറ്റയുടെ അല്ലെങ്കിൽ ഒരു മെസ്സേജിൻ്റെ സീക്രസി കീപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസും ടെക്നിക്സുമാണ്. ഹോപ്ലോൺ ലാബ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്രിപ്റ്റോഗ്രഫിയെക്കുറിച്ചാണ്. സൈബർ സെക്യൂരിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്രിപ്റ്റോഗ്രഫി. വളരെ കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ പോസ്റ്റ് കാർഡുകളൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. ഈ പോസ്റ്റ് കാർഡ് ഉപയോഗിക്കുന്നതിലൊരു പ്രോബ്ലം, അതിൽ നമ്മൾ അയക്കുന്ന മെസ്സേജിന് ഒരു സീക്രസി ഇല്ല. ഈ പോസ്റ്റ് കാർഡ് ഹാൻഡിൽ ചെയ്യുന്ന ആർക്കും ഇത് വേണമെങ്കിൽ ഒന്ന് നോക്കാം അല്ലെങ്കിൽ വായിക്കാം. അപ്പോൾ എങ്ങനെ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സെക്യൂർ ആക്കാം? നമുക്കൊരു ഉദാഹരണം നോക്കാം. രാജിന് താരയ്ക്ക് ഒരു മെസ്സേജ് അയക്കണം. ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഒരു സാധാരണ രീതിയിൽ പോസ്റ്റ് കാർഡ് വഴിയോ ലെറ്റർ വഴിയോ ആണെങ്കിൽ രാജ് അയക്കുന്ന മെസ്സേജിന് അവിടെ സീക്രസി ഇല്ല, ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഇല്ല. ഇതിനു പകരം രാജ് ഈ ലെറ്റർ ഒരു ബ്രീഫ് കേസിലാക്കി ആ ബ്രീഫ് കേസിൽ ലോക്ക് ചെയ്തിട്ടാണ് താരയ്ക്ക് അയക്കുന്നതെങ്കിലോ, താരയുടെ കയ്യിൽ അതേ ലോക്കുണ്ടെങ്കിൽ താരയ്ക്ക് ഈ ബ്രീഫ് കേസ് ഓപ്പൺ ചെയ്ത് ഈ മെസ്സേജ് വായിക്കാൻ പറ്റും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ താരയ്ക്കും രാജിനുമല്ലാതെ മൂന്നാമതൊരാൾക്ക് ഈ മെസ്സേജ് വായിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ബ്രീഫ് കേസ് അയക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഫീസിബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ല. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താം? ഞാൻ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞ BC 58 കാലങ്ങളിൽ സീസർ ഉപയോഗിച്ചിരുന്ന ആ സീസർ സൈഫർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ബ്രീഫ് കേസിന് പകരം അതേ പ്ലെയിൻ കാർഡ് അല്ലെങ്കിൽ അതേ പോസ്റ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് ഡേറ്റ ഒരു എൻക്രിപ്റ്റഡ് ഫോമിൽ അയക്കാം? വളരെ സിമ്പിളായിട്ടുള്ള ഒരു എൻകോഡിംഗ് മെത്തേഡാണ് ഈ സീസർ സൈഫർ. ഇവിടെ ചെയ്യുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളെ ഒരു നിശ്ചിത പൊസിഷൻ മുമ്പോട്ടോ പുറകോട്ടോ ഷിഫ്റ്റ് ചെയ്യും. നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന എക്സാമ്പിളിൽ 3 പൊസിഷൻ പുറകോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ A X ആകും, B Y ആകും, C Z ആകും. ആ രീതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ഇതുപയോഗിച്ച് നമ്മൾ മുമ്പ് കണ്ട താരയുടെയും രാജിൻ്റെയും കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെ നമുക്ക് രാജിന് അയക്കേണ്ട മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഒരു ഉദാഹരണത്തിന് ഹലോ എന്നാണ് രാജിന് അയക്കേണ്ടതെന്ന് വിചാരിക്കൂ. അപ്പോൾ ആ ഹലോ എന്ന വേർഡ് നമ്മൾ ഈ സീസർ സൈഫർ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ H ഇവിടെ കൺവേർട്ട് ചെയ്തിട്ട് E ആകും, E B ആകും. അതുപോലെ തന്നെ മറ്റ് അക്ഷരങ്ങൾ മാറി ഹലോ എന്നുള്ള വാക്ക് EBIIL എന്നായി മാറും. അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവില്ല. ഇനി രാജ് താരയോട് മുൻകൂട്ടി പറഞ്ഞിരിക്കണം നമ്മൾ 3 പൊസിഷൻ പുറകോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്ന്. അപ്പോൾ താരയ്ക്ക് ഈ EBIIL എന്ന എൻക്രിപ്റ്റഡ് മെസ്സേജ് കിട്ടുമ്പോൾ ഇതേ പ്രോസസ്സ് റിവേഴ്സ് ചെയ്താൽ ഹലോ എന്ന് പറയുന്ന പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടും. അങ്ങനെയാണ് ഈ സീസർ സൈഫറിൻ്റെ ഓപ്പറേഷൻ. ഈ ക്രിപ്റ്റോഗ്രഫിയുടെ ഒരു ഡെഫിനിഷൻ നോക്കിയാൽ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കണ്ട സീസർ സൈഫറിൽ ഉപയോഗിച്ച ആ ട്രാൻസ്പോസിഷന് പകരം ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്, അത് കൂടുതൽ സെക്യൂർ ആക്കാൻ വേണ്ടി. അപ്പോൾ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ അൽഗോരിതംസ് യൂസ് ചെയ്ത് ഒരു ക്ലിയർ ടെക്സ്റ്റിനെ റീഡ് ചെയ്യാൻ പറ്റാത്ത ഫോർമാറ്റിലേക്ക് മാറ്റി, എന്നാൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത് ആ അൺറീഡബിൾ ആയിട്ടുള്ള ഫോമിൽ നിന്ന് റീഡബിൾ ആയിട്ടുള്ള പ്ലെയിൻ ടെക്സ്റ്റിലേക്ക് മാറ്റുന്ന ആ പ്രോസസ്സാണ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്.
ഈ ക്രിപ്റ്റോഗ്രഫിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ 2 ഓപ്പറേഷൻസാണ് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും. പ്ലെയിൻ ടെക്സ്റ്റിനെ അൺറീഡബിൾ ആയിട്ടുള്ള ഫോമിലോട്ട് മാറ്റുന്ന ആ പ്രോസസ്സാണ് എൻക്രിപ്ഷൻ. എൻക്രിപ്ഷന് 2 ഇൻപുട്ട് ഉണ്ട്, ഒന്ന് ക്ലിയർ ടെക്സ്റ്റും പിന്നെ നമ്മൾ ക്രിപ്റ്റോഗ്രഫിക്ക് യൂസ് ചെയ്യുന്ന കീയും. ഇനി ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ്. ഈ എൻക്രിപ്റ്റ് ചെയ്യപ്പെട്ട ആ ടെക്സ്റ്റിനെ നമ്മൾ സൈഫർ ടെക്സ്റ്റ് എന്ന് പറയും. ഈ സൈഫർ ടെക്സ്റ്റിനെ റീഡബിൾ ആയിട്ടുള്ള പ്ലെയിൻ ടെക്സ്റ്റിലോട്ട് മാറ്റുകയാണ് ഡീക്രിപ്ഷനിൽ ചെയ്യുന്നത്. അപ്പോൾ ഡീക്രിപ്ഷൻ്റെ ഇൻപുട്സ് എന്ന് പറയുന്നത് സൈഫർ ടെക്സ്റ്റും ഡീക്രിപ്ഷൻ കീയുമാണ്. അപ്പോൾ ഇതാണ് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും. ക്രിപ്റ്റോഗ്രഫിയുടെ പ്രധാന ഗോളുകളിൽ ഒന്നാണ് കോൺഫിഡൻഷ്യാലിറ്റി. നമുക്ക് എൻക്രിപ്ഷൻ ഉപയോഗിച്ച് കോൺഫിഡൻഷ്യാലിറ്റി ഉറപ്പുവരുത്താൻ പറ്റും. ഏതൊക്കെയാണ് ക്രിപ്റ്റോഗ്രഫിയുടെ മറ്റ് ഗോളുകൾ, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ക്രിപ്റ്റോഗ്രഫി ഉപയോഗിക്കുന്നത്? കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, ഒതൻറ്റിക്കേഷൻ. പിന്നെ 4ാമത്തെ ഒരു ഗോളാണ് നോൺ റെപ്യൂഡിയേഷൻ. ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത് വളരെ വലിയൊരു ടോപ്പിക്കാണ്. അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. വരുന്ന എപ്പിസോഡുകളിൽ ക്രിപ്റ്റോഗ്രഫിയുടെ അഡ്വാൻസ് കൺസെപ്റ്റ്സ്, റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഇതെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ വീണ്ടും ഒരു എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.